ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം എന്ന് പറയുന്നത് ഈ ചായ കുടിക്കുന്ന സമയമാണ് കേട്ടോ. നമ്മുടെ ഒരു മീ ടൈം അല്ലേ, നമ്മളെക്കുറിച്ച് ഓർക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർക്കാനും വീടിനെ കുറിച്ച് ഓർക്കാനും ഒക്കെയുള്ളൊരു സമയമാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം പോയത്. അടുത്ത മാസമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്, നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് ഒരു വർഷമാവും കേട്ടോ. എല്ലാം ഇന്നലെ നടന്ന പോലെ ഇതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മാസത്തിലെ വീട് കിട്ടാൻ ഒരു 5-6 വർഷത്തെയും അത് കഴിഞ്ഞിട്ടുള്ള ഇതേ ഈ കാണുന്ന ഇൻറ്റീരിയറിന് നമ്മളെടുത്ത ഒരു 5-6 മാസത്തെ ആ ഒരു യുദ്ധം ആണ് ഇപ്പോഴും ശരിക്കും ആലോചിക്കുമ്പോൾ തോന്നും എങ്ങനെ അന്ന് ഇതൊക്കെ ചെയ്തെടുത്തു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എല്ലാവരെയും ആഗ്രഹമായിരിക്കുമല്ലേ ഒരു വീട് എന്നുള്ളത്. അതും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. അത് നമ്മൾ താമസിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചും പരിമിതിക്കനുസരിച്ചും ഒക്കെ ആയിരിക്കും പലരും ചെയ്യുന്നുണ്ടാവില്ലേ. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച പോലെ ഇൻറ്റീരിയർ ചെയ്തൊരു വീടാണ് അത്. നമുക്ക് കുറച്ചധികം മാസം എടുത്ത് നമ്മൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തു എന്നുണ്ടെങ്കിലും ഫൈനലി നമുക്കതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് നോക്കുമ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പിയാണല്ലേ. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. നമ്മൾക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് 4-5 മാസം കൊണ്ട് പറ്റും. പക്ഷേ എപ്പോഴും അത് പുത്തനായിട്ടിരിക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കഴിഞ്ഞ് ഒരു വർഷമായിട്ട് നമ്മൾ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ പുതിയ മെമ്പേഴ്സിനൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും അല്ലേ. നമ്മുടെ ചെടികളായിക്കോട്ടെ, കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. ഒരു വീട് എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് കയറിയിരിക്കാമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കയറിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതിനെങ്ങനെ വരുത്താൻ തോന്നൂലേ. അങ്ങനെ ഞങ്ങൾ വരുത്തിയ കുറച്ച് മാറ്റങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ അടുത്തായിട്ട് കുറച്ച് ചെടികളൊക്കെ വെച്ചപ്പോൾ വീടിന് കുറച്ചും കൂടെ ഭംഗി തോന്നി. കുറേ കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചു വരുന്നപ്പോൾ ഇത് കൊള്ളാലോ അത് കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ച് പറ്റണ പോലെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ചു വരിക്കും. കാരണം ഒരേപോലെ വീടെന്നും കണ്ടാൽ നമുക്ക് ബോറടിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുള്ള കാര്യം കേട്ടോ, വീട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത് എന്നൊക്കെ, എപ്പോഴും ഒരു വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഒരു മുറിയെങ്കിലും വൃത്തിയാക്കാനും ഒരു ചെറിയ ഭാഗമെങ്കിലും ദിവസവും ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വർഷമായിട്ടും നിങ്ങൾക്ക് നോക്കുമ്പോഴും മനസ്സിലാവും നമ്മൾ എന്നും ഒരു ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ അത് എന്തായാലും ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്, വീടിന് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും. അത്രയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതല്ലേ. അപ്പോൾ അതാണ് ഒരു ചെറിയ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു സ്ഥലമല്ലേ ഉള്ളൂ, നമ്മൾ ഒരുപാട് വലുതിനേക്കാളും ഉള്ളത് നമ്മൾ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റാൻ തോന്നുമ്പോൾ അതിൽ ചെറിയ മാറ്റം, നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ, അങ്ങനെ കുട്ടി മാറ്റങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതിൽ ഉപയോഗിക്കാത്തത് ഏതാണെന്നൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വീട് എന്നും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഏരിയ എന്ന് പറയുന്നത് കിച്ചണാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗമായത് കാരണം ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഞാൻ നോക്കാറ്. അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാതെ വിടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പരിചയപ്പെടുത്തി തരാം. കിച്ചണിൽ ഞാൻ മസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഈ ഒരു പാൻട്രി യൂണിറ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പാൻട്രി സാധനങ്ങളൊക്കെ കൊള്ളുന്ന കാരണം തന്നെ ഈ ഒരു യൂണിറ്റ് മാത്രം മതി, നമുക്ക് വേറെ എക്സ്ട്രാ സ്പേസ് ഒന്നും വേണ്ട. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഹാഫ് ടോൺ ആയിട്ടുള്ള ഈ ഒരു പാക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു ഭയങ്കര കറക്റ്റായിട്ടുള്ള ഒരു ജാറ് വേണം. നമ്മുടെ കയ്യിൽ ഒരുപാട് ജാർ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെയും നമുക്ക് ആവശ്യം വരും. അങ്ങനെ ഞാൻ നെസ്റ്റേഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ വിന്നി പാൻട്രി ജാറ്. ഇത് സെറ്റ് ഓഫ് 4 ആണ് വരുന്നത്. ഇതിൻ്റെ കളറാണെങ്കിൽ നമ്മുടെ കിച്ചൺ തീമിൻ്റെ കളറുമായിട്ട് ഒരു മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നെസ്റ്റേഷ്യയുടെ സൈറ്റിൽ ഇതിൻ്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാച്ചായ ഒരു കളറാണ് എടുത്തത്. ഫുഡ് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും. അത് മാത്രമല്ല ഇതിൽ എയർ ടൈറ്റ് ലിഡ്സ് ആയത് കാരണം എല്ലാ സാധനങ്ങളും നല്ല ടൈറ്റായിട്ടും ഫ്രഷ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും ഉഴുന്നും പരിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് ഇങ്ങനത്തെ വലിയ ഇതിലാണ്. ഈ പാൻട്രി ജാർസിൽ വ്യൂയിങ് വിൻഡോസ് ഉള്ള കാരണം തന്നെ നമുക്ക് എത്ര സാധനങ്ങൾ ബാക്കിയുണ്ട്, കറക്റ്റ് ഇൻസൈഡ് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ലേബൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ നമ്മൾ
ഡെയിലി യൂസ് ചെയ്യുന്ന ഷുഗർ, ടീ, കോഫി ഇതൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ മിനിമലിസ്റ്റ് ഗ്ലാസ് ജാറാണ് കേട്ടോ. ഇതൊരു കേർവ്ഡ് ഗ്ലാസ് ജാറാണ്. ഇതിലെ ബാംബൂ ലിഡ്സും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. ഫുഡൊക്കെ എപ്പോഴും ഫ്രഷ് ആയ പോലെ ഉണ്ടാവും. ഇത് വളരെ സ്ലീക്ക് ആൻഡ് മിനിമൽ ആയിട്ടുള്ളതാണ് കേട്ടോ. എന്തൊക്കെ നമുക്ക് നമ്മുടെ ക്യാബിനറ്റിൻ്റെ മേലെയും ഏത് ചെറിയ ക്യാബിനറ്റിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് കിച്ചണിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് 2 വരുന്നതാണ്. ഇതിൽ നമുക്ക് എന്താണെങ്കിലും വേണമെങ്കിൽ ടീയോ ഷുഗറോ ഒക്കെ ഇട്ട് വയ്ക്കാം. ഞാൻ തൽക്കാലം നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്നാക്സിൻ്റെ കുറച്ച് ചെറിയ സംഭവങ്ങൾ, ബദാമും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഇതിൽ ഇട്ട് വെക്കുന്നത്. നല്ല നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനും. ഇത് നല്ല ക്യൂട്ടാണ്. നമ്മുടെ കിച്ചൺ ക്യാബിനറ്റിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. എനിക്ക് ഈ വൃത്തിയുടെ അസുഖം കുറച്ച് കൂടുതലുള്ള കാരണം തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളോ സാധനങ്ങളോ ഒന്നും തന്നെ വെക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത. പ്രത്യേകിച്ചും ഈ പാൻട്രി ജാർ തുറക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബേക്കറി ഐറ്റംസോ നാട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പാഴ്സൽ ചെയ്താലോ അത് ഇതുപോലെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ അതേ പെട്ടിയിൽ തന്നെ വെക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കൂടുതൽ ഇങ്ങനത്തെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അത് എത്ര ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ മതിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 4 സ്ക്വയർ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, അതും എയർ ടൈറ്റ് ലിഡോട് കൂടിയിട്ടുള്ളത്. അത് 1700 ml ആണ് കേട്ടോ ഓരോന്നുള്ളത്. അതിൽ നമുക്ക് ബേക്കറി ഐറ്റംസോ സാധനങ്ങളോ ഒക്കെ തന്നെ വെക്കാം. അതിലുള്ള 100% ഫുഡ് സേഫും ആണ്. അതിലുള്ള മെറ്റൽ ലിഡ് എന്ന് പറയുന്നത് നമ്മുടെ എയർ ടൈറ്റ് ആയ കാരണം ഒരുപാട് കാലം ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ലോങ്ങറായിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതും ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഡ്യൂറബിൾ ആയ കാരണം പെട്ടെന്ന് കേടൊന്നും വരില്ല. ഭയങ്കര വലുപ്പം കാരണം തന്നെ ഇതിലെ റൈസും ദാലും എല്ലാം അതും നമുക്ക് വലിയ വലിയ ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പാത്രങ്ങളൊക്കെ കഴുകലും അത് കറക്റ്റ് സമയത്ത് എടുത്ത് വെക്കലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പണി. ഇതെങ്ങനെയുണ്ട് ഈ ഒരു കാൻഡി കെയിൻ മെഷറിംഗ് സ്പൂൺ? ഇത് 4 വരുന്ന ഒരു കാൻഡി കെയിൻ്റെ ഇതിലുള്ള മെഷറിംഗ് കപ്സ് ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇത് BPA ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ സ്പൂണായിട്ടും യൂസ് ചെയ്യാം. ഇത് മെഷറിംഗ് സ്പൂണാണ്. സോ അടിപൊളിയാണ്. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. ഇതൊരു ഗിഫ്റ്റ് ഇതുപോലെയാണ് പാക്കിംഗ് ഗിഫ്റ്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കെങ്കിലും ഇത് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ചാനലിൽ കുക്കിംഗ് ഭയങ്കര തകൃതിയായി കാണിച്ചിരുന്ന സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ കുക്കിംഗ് പോട്ട്. ഇപ്പോൾ വാങ്ങാറില്ല. പക്ഷേ ഈ ഒരു തുലിപ്പോറോസിലിക്കേറ്റ് ഗ്ലാസ് കുക്കിംഗ് പോട്ട് വിത്ത് ലിഡ് ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇത് 1800 ml ആണ്. ഇതൊരു ബ്യൂട്ടിഫുൾ എസ്തെറ്റിക് ലുക്കാണ് അല്ലേ. അത് മാത്രമല്ല ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ കുക്ക് ചെയ്യാനും സേഫാണ്. ലോ ടു മീഡിയം ഫ്ലെയിം വരെട്ടെ. അത് മാത്രമല്ല ഇതിൻ്റെ ലിഡിലുള്ള സ്റ്റീം വെൻറ്റ്, അത് ബിൽറ്റ് ഇൻ സ്റ്റീം വെൻറ്റ് ആണ്. അതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് സൂപ്പോ കറിയോ എന്തെങ്കിലും സ്ലോ സിമ്മഡ് ഡിഷുകളൊക്കെ ഉണ്ടാക്കാം. അതുപോലെ ഇത് ഡിഷ് വാഷർ സേഫാണ്. ലിഡ് പാടില്ല കേട്ടോ. ലിഡിലായതുള്ളതുകൊണ്ട് ഡിഷ് വാഷറിൽ ഇടാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കുറേ കാലമായി ഞാൻ വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗ്രൂവോ മൾട്ടിപർപ്പസ് ഗ്ലാസ് സ്റ്റോറേജ് കണ്ടെയ്നർ സെറ്റ്. ഇത് 6 വരുന്നതാണ്. ഇതും നമ്മുടെ കിച്ചൻ്റെ തീമുമായിട്ട് മാച്ച് ചെയ്തതാണ്. ഇതിൻ്റെ പല കളറും ഇന്നസ്റ്റേഷ്യ സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു ഗ്രൂവ് ബേസ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫുഡെല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇന്ന് നമ്മുടെ റെഫ്രിജറേറ്ററിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ, കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ബാക്കി വന്ന അവിയലും സാമ്പാറൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ ഫ്രീസറിലും വെക്കാൻ പറ്റും. ഇത് ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവും ആണ്, ഓവനും ആണ് കേട്ടോ, വിത്തൗട്ട് ലിഡ്സ്. അത് മാത്രമല്ല ഇതെല്ലാം മേലേക്ക് മേലെ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാരണം തന്നെ ഒട്ടും സ്ഥലം പോലും. ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ മേലെ ആയിട്ട് വെക്കാൻ പറ്റിയ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും ഒട്ടും പോവില്ല. വീട്ടിലെല്ലാ സാധനങ്ങളും തലങ്ങും വിലങ്ങും വാങ്ങുന്ന ഞാൻ ഒരു ദിവസം സൂപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. ഇവിടെ സൂപ്പ് ബൗളില്ല എന്നുള്ളത്. അന്ന് തന്നെ ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ നെസ്റ്റേഷ്യയുടെ ഈ ഒരു സെറാമിക് കാലിഡ സൂപ്പ് ബൗൾ സെറ്റ്. ഇത് 300 ml 4 വരുന്നതാണ്. സാധാരണ സൂപ്പോ അല്ലെങ്കിൽ ദാലൊക്കെ നമുക്ക് ചപ്പാത്തിക്ക് ദാലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ അത് ഒട്ടിപ്പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വിൻറ്റേജ് സ്റ്റൈൽ സെറാമിക് ബൗൾസ് ആണ് കേട്ടോ. ഇതിൽ ചിപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെയിൻസ് അബ്സോർബ് ചെയ്യുക കാര്യങ്ങളൊന്നുമില്ല. ഇത് സൂപ്പ്, സ്നാക്സ്, ഈവൻ കറീസ്, കാരണം ബൗള് പോലെയല്ലേ ഇരിക്കുന്നത്. കഞ്ഞി അടക്കം നമുക്ക് കുടിക്കാം. സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിക്കാനുള്ള സാധനം ഇവിടെ ഇല്ലേ. നമ്മൾ പ്ലേറ്റിൽ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയത്. പക്ഷേ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ. നല്ല ക്ലാസിക് കോസി ഫീൽ ആവും നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളാണെങ്കിൽ ഇപ്പോൾ രണ്ടാമതും ഡയറ്റും ജിമ്മും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചാന റോസ്റ്റഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞ് ബൗളും കൂടെ വാങ്ങിച്ചു. ഇത് ഞാൻ നെസ്റ്റേഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8 ഫ്ലോറൽ മണ്ടാല സ്മോൾ സെറാമിക് ബൗൾസ് ആണ്. ഇത് പെയറിലാണ് വരുന്നത് കേട്ടോ. 4 ഡിഫറെൻറ്റ് ഡിസൈൻസും ഓരോ ഡിസൈനും ഓരോ പെയറിലായിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിതുപോലെ കുട്ടി കുട്ടി സ്നാക്സ് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഡ്രൈ
ഡ്രൈ ഫ്രൂട്ട്സോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നി, സോസ്, കുട്ടികൾക്കാണെങ്കിൽ ഈ ബൗളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ടേബിളിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്കൊരു ചെടിപ്രാന്ത് ഗാർഡനിങ് ഒക്കെ നമ്മൾ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ ഉള്ളിലും ഒരു ഇൻഡോർ സംഭവങ്ങളും കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൈലിഷ് വേയിൽ വേണ്ടിയിട്ട് ഗ്രീനറി ഇൻഡോർസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡബിൾ ടയർ പ്ലാന്റ് സെറ്റ് വാങ്ങിയത് കേട്ടോ. ഇതും നെസ്റ്റേഷ്യയിൽ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ലിവിങ് റൂം കോർണറിൽ ഒരു സ്ലീക്ക് ഗ്രേ പോട്ടാണ്. ഇത് ഗോൾഡൻ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മോഡേൺ ക്ലാസി വൈബ് വരും. അത് നമുക്ക് സ്മോൾ പ്ലാന്റ്സിനും അതേപോലെ തന്നെ കുട്ടി ഫ്ലവേഴ്സിനൊക്കെ വെക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നമ്മുടെ ലിവിങ് റൂമിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം വെക്കാം കേട്ടോ. ഇത് വരുമ്പോൾ തന്നെ ഇതിനൊരു ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ, വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പോവാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് വെയിലത്തും നമ്മൾ കൊണ്ടുപോയി വെക്കണമെന്ന് മാത്രം. പുറമെ ബാൽക്കണിയിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മളിപ്പോൾ ചെടികളിങ്ങനെ വെച്ചു. അപ്പോൾ വീടിൻ്റെ ഉള്ളിലും കൂടെ നമ്മൾ ഇനിയും നോക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. വീട്ടിലിതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലെ മാറ്റം വരുത്തുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് തന്നെ നമുക്ക് ആ സ്പേസും നമ്മുടെ വീടിന് തന്നെ മൊത്തം ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഓരോ സാധനങ്ങളും ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് നെസ്റ്റേഷ്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് ഓരോന്നും നമ്മുടെ വീട് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പ്രത്യേകിച്ചും എൻ്റെ കിച്ചൺ ഒരു ഭയങ്കര ഹാപ്പി പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്താ പറയുക ഒരുപാട് വർഷം ഇതുപോലെ സന്തോഷത്തോടെ നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റട്ടെ അല്ലേ നമുക്ക്.